ഇനി നമുക്ക് ഉണക്കമാങ്ങ വെച്ചിട്ടൊരു നാടൻ കറി ആയാലോ. അതെ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല നാടൻ രുചിയുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ഉണക്കമാങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പം നമ്മളിവിടെ കുറച്ച് മാങ്ങ എടുത്ത് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കുക. ഒരു 10-20 മിനിറ്റെങ്കിലും അതൊന്ന് കുതിരാൻ വെക്കുക. അപ്പം ഇതിൽ അധികം പുളിയോ ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത്. അപ്പം നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാങ്ങ കൂട്ടിയോ കുറച്ചോ എടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്ര എടുക്കേണ്ട, ഇതിലും കുറച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മാങ്ങ നല്ല കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കരുത്, എന്നുവെച്ചാൽ ഉണക്കമാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം സെറ്റായതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമ്മൾ ഒരു ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ, ഇപ്പം തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ജീരകം കൂടി ചേർത്ത്, പിന്നെ സ്പൈസസിന് വേണ്ടി ഞാൻ കുറച്ച് കാന്താരി അതുപോലെ തന്നെ ഒരു പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ നല്ല പുളിയും ചെറിയൊരു എരിവും ഒക്കെ ഉള്ളപ്പോഴായിരിക്കുമല്ലോ കറിക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാന്താരി ചേർത്ത്. നിങ്ങൾക്ക് അതിന് പകരം പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു കൂട്ടും പിന്നെ നമ്മൾ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഓവറായിട്ട് തിളപ്പിച്ച് അങ്ങനെ എടുക്കേണ്ട, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് കുക്കായിട്ട് കിട്ടുക തന്നെ വേണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശർക്കര എടുത്തിരുന്നാലും നല്ലതായിരിക്കും. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ചെറിയ മധുരം തോന്നില്ല, പക്ഷെ ചെറിയ ഒരു മധുരം കൂടി ചേർത്താൽ നല്ല ബാലൻസ് ചെയ്തിരിക്കും ഉപ്പും പുളിയെല്ലാം. അപ്പം നിങ്ങൾ ഒരു ശകലം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി കടുക് താളിക്കുന്ന കൂട്ട് കടുക് താളിച്ച് ലാസ്റ്റ് അതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ കടുക് താളിച്ച് വെച്ചു. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങൾ ഇത് എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം മാങ്ങ എടുക്കാൻ. നമ്മൾ ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ കറി ഓവറായിട്ട് പുളിയായിപ്പോവും. അപ്പോൾ മാങ്ങ മാത്രം നിങ്ങൾ നോക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.